ഈ ബ്ലൂബെറി എല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. കഴിഞ്ഞ ദിവസം കാട്ടിൽ നിന്ന് പിച്ചിക്കൊണ്ടുവന്ന ബ്ലൂബെറി എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ദാ ഈ ഒരു ട്രേയിലേക്ക് തട്ടിയിട്ടുണ്ട്. ശേഷം 3 പേരും വട്ടം കൂടിയിരുന്ന് അതിനകത്ത് പച്ചക്കായും ഇലകളും ഒക്കെ ദാ ഇങ്ങനെ പെറുക്കി പെറുക്കി മാറ്റുകയാണ്. ദാ ഇതുപോലെ വൃത്തിയാക്കി എടുക്കണം. നമ്മുടെ ഒരു ബക്കറ്റ് ബ്ലൂബെറി റെഡി ആയിട്ടുണ്ട്, ക്ലീൻ ചെയ്തത്. ഇനി ഇത് വിൽക്കാനായിട്ട് ദാ അച്ഛനും മോളും കൂടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നതാണ്. ക്ലീൻ ചെയ്തെടുത്ത് വന്നപ്പോൾ 6 കിലോയ്ക്ക് മുകളിലുണ്ടായിരുന്നു. അത് വിറ്റ് കിട്ടിയ പൈസയും കൊണ്ട് നേരെ ഷോപ്പിലേക്ക് വന്ന് ദാ ഏവക്കുട്ടൻ ഉടുപ്പ് വാങ്ങിച്ചു. വെക്കേഷൻ ടൈമിൽ ഇങ്ങനെ കാട്ടിൽ പോയി ബ്ലൂബെറി പിച്ചുന്നത് നല്ലൊരു ആക്ടിവിറ്റി ആണെന്നതോടൊപ്പം ഇത് വരുമാനം കിട്ടുന്ന ഒരു ജോലി കൂടിയാണെന്നും പിന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോയപ്പോൾ പൈസയുടെ മൂല്യവും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. പൈസ വെറുതെ കിട്ടില്ലെന്നതാണ് ഗുണപാഠം. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തി ബാക്കി വന്നിട്ടുള്ള ബ്ലൂബെറി വെച്ചിട്ട് ഒരു ബ്ലൂബെറി ജാം ഉണ്ടാക്കാൻ പോവുകയാണ്. പാനിലേക്ക് ബ്ലൂബെറി ഇട്ട് ഷുഗറും ലെമണും ഒക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു. ഓക്കെ, ബ്ലൂബെറി ജാം ഉണ്ടാക്കും അല്ലേ? അങ്ങനെ നമ്മുടെ ബ്ലൂബെറീസ് കുറുക്കി എടുത്ത് നല്ല അടിപൊളി ഹോം മെയ്ഡ് ബ്ലൂബെറി ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജാം നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി ഒരു ബ്രെഡ് എടുത്ത് ജാം ഉണ്ടാക്കിയ പാത്രം അങ്ങ് വൃത്തിയാക്കി. ഇനിയിപ്പോ എല്ലാവർക്കും കൂടി നമ്മുടെ ജാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ 3 ബ്രെഡ് എടുത്ത് നേരത്തെ അതിലേക്ക് ജാം തേച്ച് ഏവക്കുട്ടന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏവക്കുട്ടൻ പറയും ജാം എങ്ങനെ ഉണ്ടെന്ന്. ഏവക്കുട്ടൻ പറഞ്ഞ പോലെ നല്ല സൂപ്പർ ജാമാണ്.